സത്യം ഇന്നിപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ പോലെ അഭിമാനമാണ്, ആത്മവിശ്വാസമാണ്, സന്തോഷമാണ്, ആശ്വാസമാണ്. ചെറിയ സാങ്കേതിക കുരുക്കുകളുണ്ടായി, നൂലാമാലകളുണ്ടായി, ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് തുടങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അതിനെല്ലാം അതിജീവിച്ച് ആരംഭിച്ച ഈ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കും. അവർക്ക് അർഹിച്ച അവരുടെ അവകാശം അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം മതി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണ് അവരുടെ കുടിവെള്ളത്തിൻ്റെ, അതുപോലെ തന്നെ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും മറ്റ് സാധ്യതകൾ സംബന്ധിച്ചുള്ളതൊക്കെയുള്ള പഠനങ്ങൾ ഒരുക്കി സുരക്ഷിതമായിട്ടുള്ള ഭവനം 1041 സ്ക്വയർ ഫീറ്റോളം, ഏതാണ്ട് 8 സെൻറ്റ് സ്ഥലം, ഏതാണ്ട് 24 ലക്ഷം രൂപയും GSTയും ചെലവ് വരുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു ഭവനമായിരിക്കും ഇതിൽ അർഹതപ്പെട്ട ഓരോരുത്തർക്കും കോൺഗ്രസ് പാർട്ടി കൈമാറുന്നത്. ഇതിന് പാർട്ടിക്കൊപ്പം നിന്ന് സഹായിച്ച എല്ലാവരെയും KPCCയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ നോക്കിയിട്ട് ഇവിടെ നാട്ടുകാരെയാണ് കാണുന്നത്. ഞാൻ അതിനെപ്പറ്റി അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവർ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഏറ്റെടുത്തതുപോലെ സ്ഥലത്തിന് ഏറ്റെടുക്കുമ്പോൾ ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ ചട്ടങ്ങളിലെ ഇളവൊന്നും ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. ഒരു ഭൂമി എങ്ങനെയാണോ വയനാട് പോലൊരു സ്ഥലത്ത് കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സാങ്കേതിക തടസ്സങ്ങളെയും നേരിട്ടിട്ടാണ് ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഗവൺമെൻറ് ഒരു സൈഡിൽ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു, നേരെ അതുമായിട്ട് അക്വിസിഷനായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ഇതൊരു പാർട്ടി പണം കൊടുത്ത്, ജനങ്ങൾ തന്ന പൈസ വെച്ച് പണം കൊടുത്ത് വാങ്ങിയതാണ്. അതിനൊരു കാലതാമസം ഉണ്ടായി. ആ കാലതാമസം ഉണ്ടായപ്പോൾ അതിനെ അതിജീവിച്ച ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന നേരത്ത് CPM ഇങ്ങനെ അസ്വസ്ഥത കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു അതിനെന്തിനാ കുറച്ച് വൈകി, പക്ഷെ അത് ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ അതിനകത്തൊരു അസ്വസ്ഥത എന്താ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കാട്ടാനശല്യം ഇപ്പോൾ വയനാട്ടിൽ എവിടെയില്ലാത്ത, അല്ലെങ്കിൽ വന്യമൃഗശല്യം കേരളത്തിൽ എവിടെയില്ലാത്ത, കഴിഞ്ഞ 10 വർഷമായിട്ട് അതിനെപ്പറ്റി ഓർമ്മയില്ലാത്ത ആളുകൾ ഇപ്പോൾ ഞങ്ങൾ ഈ വീടിന് തറക്കല്ലിടുമ്പോൾ മാത്രം ആ ഓർമ്മയും കൊണ്ടുവരുന്നത്. ഇവിടെ തന്നെ എത്ര ആൾക്കാർ മരിച്ചു വീണു, അപ്പോഴൊന്നും ഈ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് അറിയില്ലായിരുന്നു. ടൗണിൽ വരെ പുലികൾ ഇറങ്ങുന്നു, മൃഗങ്ങൾ ഇറങ്ങുന്ന ടൗൺഷിപ്പിൽ ഇറങ്ങിയതിൻ്റെ വാർത്തകൾ വരുന്നു. അപ്പോൾ പിന്നെ വയനാട്ടിൽ എവിടെയും വീട് വെക്കാൻ പറ്റില്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളൊന്ന് പൂർത്തീകരിച്ചോട്ടെ. കാട്ടാനശല്യം മറ്റു ശല്യമൊക്കെ ഇനി വരുന്ന സർക്കാരിൻ്റെ സഹായത്തോടെ എങ്ങനെയും തടയാം. CPMൻ്റെ ശല്യം ഉണ്ടാവരുതെന്നൊരു അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. അല്ല, ഇതിപ്പോൾ അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ വേദിയല്ലല്ലോ, ഇതൊരു സന്തോഷത്തിൻ്റെ വേദിയല്ല. അവർ പറഞ്ഞ് രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് എല്ലാത്തിനും അതീതമായിട്ട് വയനാടൻ ജനത അവരുടെ എല്ലാ വ്യക്തിപരമായ നഷ്ടങ്ങൾക്കിടയിലും പരസ്പരം സഹായിക്കാൻ കാണിച്ച മനസ്സിനെ സംബന്ധിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇവിടെ പ്രസംഗിച്ചത്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ വേദിയായിട്ട് വേദിയെ മാറ്റിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വാദങ്ങളും കൊണ്ട് CPM വരരുത്. സർക്കാർ തലത്തിൽ നിന്ന് പിന്നെ വേറെ ഒരു ചട്ടയിളവും ലഭിച്ചിട്ടല്ല ഈ ഭൂമിയുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അവിടെ നിർമ്മാണം തുടങ്ങാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നിങ്ങൾക്കറിയാം. അതിനെയൊക്കെ അതിജീവിച്ചല്ലോ. ഇനിയിപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞങ്ങൾക്ക് എല്ലാത്തിലും സന്തോഷമാണ്. ഇപ്പോൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നതിനകത്തും സന്തോഷമാണ്. കാരണം ജനങ്ങളാണ് ആ പണം, ജനങ്ങളുടെ നികുതി പണമാണ്. അത് വിനിയോഗിക്കുന്നതിനകത്തും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇന്ന് നിർമ്മാണം ആരംഭിക്കുന്ന ഭവന പദ്ധതിയുടെ അതിലും ഞങ്ങൾക്ക് പങ്കാളിത്തം സന്തോഷമുണ്ട്. ലീഗിൻ്റെ ഭവന പദ്ധതി അടുത്ത ദിവസം താക്കോല് കൈമാറുന്നു. അപ്പം ഞങ്ങൾക്ക് 3 സന്തോഷമുണ്ട്. അല്ല, അത് ഡോക്ടറും ഞാൻ നിങ്ങളുടെയൊക്കെ വാർത്തകൾ ഞാൻ കണ്ടിരുന്നു, നിങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. എന്തായാലും പേരാമ്പ്രയിൽ എന്നോട് ചോദിച്ച ചോദ്യകർത്താക്കളെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്നോട് വലിയ ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു. മൂക്ക് പൊട്ടിയ ഫോണിൽ സംസാരിക്കാവോ എന്ന് ചോദിച്ചവരും, നടന്നു പോയാൽ പിന്നെ ICU കയറ്റുമോ എന്ന് ചോദിച്ചവരും, പിന്നെ എന്തിനാ വീൽ ചെയർ എന്ന് ചോദിച്ചവരും ഒക്കെ ഇപ്പോഴൊക്കെ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരുടെ ഒന്നും ചോദ്യങ്ങൾ കാണുന്നില്ല. അവരൊക്കെ വലിയ പിന്നെ വികാരഭരിതമായിട്ട് അക്രമങ്ങൾക്കെതിരൊക്കെ ആയിട്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. എന്തായാലും ആവട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെ ഒരു പാർട്ടി സെക്രട്ടറി അങ്ങ് പത്രസമ്മേളനം നടത്തുക. കേരളത്തിൽ കാഴ്ചയുള്ള ഒരാളും അതൊന്നും കാണുന്നില്ല. കേരളത്തിലെ ആണോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അങ്ങ് പറയാ, ഒരു പാർട്ടി സെക്രട്ടറി അങ്ങ് പറയാണ്. സത്യം പറഞ്ഞാൽ അണികളെ പ്രകോപിപ്പിച്ച് വിടുകയല്ല അക്രമം ഉണ്ടാക്കാൻ, ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, ഈ കത്രിക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മറക്കാൻ വേണ്ടി അണികളെ പ്രകോപിപ്പിച്ച് വിടുകയല്ലേ.